മഹാരാഷ്ട്രയിൽ നിർണായക രാഷ്ട്രീയ നീക്കം. ശരത് പവാർ പക്ഷം NCP മഹായുതിയിലേക്കെന്ന സൂചന. 8 MPമാർ അടക്കം മഹായുതിയുടെ ഭാഗമാകും. മഹായുതിയുടെ ഭാഗമായി എത്തുന്ന നിർണായകമായ വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിറകെ മഹാരാഷ്ട്ര വീണ്ടും രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് വേദിയാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ ശരത് പവാറും BJP നേതൃത്വം നൽകുന്ന NDAയിലേക്ക് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NCP പിളർന്നതിന് ശേഷം ആദ്യം നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കടന്നുപോയത്. അതിൽ യാതൊരു തരത്തിലും നേട്ടമുണ്ടാക്കാനാകാതെ തകർന്നടിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് NCP ശരത് പവാർ വിഭാഗം പോയി. ഇതിന് പിറകെയാണ് ശരത് പവാർ അജിത് പവാറിനൊപ്പം ചേർന്നുകൊണ്ട് NCP ഒന്നായ NCP മഹായുതിക്കൊപ്പം BJP നേതൃത്വം നൽകുന്ന സഖ്യത്തിനൊപ്പം മഹാരാഷ്ട്രയിലേക്ക് എത്തും എന്നുള്ളത് മനസ്സിലാക്കുന്നത്. മഹായുതി സർക്കാരിന്റെ ഭാഗമാകുന്നതോടൊപ്പം നിലവിൽ ശരത് പവാറിനൊപ്പമുള്ള MPമാരും NDAക്കൊപ്പം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ലോക്സഭയിൽ NDAയുടെ BJP നേതൃത്വം നൽകുന്ന NDAയുടെ എണ്ണത്തിൽ അംഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കും. അതുമാത്രമല്ല, മഹാരാഷ്ട്രയിൽ ഒരു വലിയ പ്രതിപക്ഷമില്ലാത്ത ശക്തിയായി BJP നേതൃത്വം നൽകുന്ന മഹായുതി സർക്കാർ മഹായുതി മാറും എന്നുള്ളതാണ് ഏറ്റവും നിർണായക കാര്യം. അതിനുമപ്പുറത്തേക്ക് പ്രതിപക്ഷ നിര തകർന്നടിയുന്നു എന്നൊരു കാര്യം കൂടി ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണണം. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള മുന്നണി ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ നിർത്തിയിരുന്നത് കോൺഗ്രസ് ആണ്. അതിന് നേതൃത്വം നൽകുന്നതെങ്കിലും അതിന് ആ ഒരു മുന്നണി രൂപം കൊള്ളാൻ ആദ്യം മുൻകൈയെടുത്തത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരുന്നു. നിതീഷ് കുമാർ അവിടെ ബീഹാറിൽ BJPക്കൊപ്പം NDAക്കൊപ്പം ചേർന്നു. പിന്നീട് ശരത് പവാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയാണ് അതിന്റെ മുൻനിരയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നത്. ആ ശരത് പവാറും ഇപ്പോൾ BJPക്കൊപ്പം പോവാൻ ഒരുങ്ങുന്നു എന്നുള്ളത് പ്രതിപക്ഷ നിരയുടെ നട്ടലൊടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 5 വർഷത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ആദ്യം BJPയും ശിവസേനയും ഉൾക്കൊള്ളുന്ന സർക്കാരിന് ജനങ്ങൾ മുൻതൂക്കം നൽകിയെങ്കിലും ശിവസേന ഉദ്ധവ് വിഭാഗം കോൺഗ്രസിനൊപ്പം പോയിക്കൊണ്ട് അവിടെ സർക്കാരിനെ അട്ടിമറിച്ചു. പിന്നീട് ശിവസേന പിളർന്നു, NCP പിളർന്നു. അതിനുശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാറും ഉൾക്കൊള്ളുന്ന മഹായുതി വൻ ഭൂരിപക്ഷം 288 അംഗ നിയമസഭയിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കോൺഗ്രസിനൊപ്പം നിന്നാൽ രാഷ്ട്രീയ ഭാവി വെള്ളത്തിലാകും, അല്ലെങ്കിൽ രാഷ്ട്രീയമായി മുൻപോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവാണ് ശരത് പവാർ വിഭാഗം NDAക്കൊപ്പം അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതിക്കൊപ്പം ചേരാൻ കാരണമാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിൽ BJP സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് NCP നേതാവ് ശരത് പവാർ കത്തെഴുതിയിട്ടുണ്ടൊപ്പം സുപ്രിയ സുലെ NCP ശരത് പവാർ വിഭാഗത്തിലെ പ്രമുഖയായ നേതാവ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയും BJP സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ശിവസേനയുടെ മുഖപത്രം സാമ്നയിലും BJP സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. NCPയും ശിവസേനയും വീണ്ടും ഒന്നിച്ചുകൊണ്ട് ശിവസേനയും NCPയും BJPക്കൊപ്പം മഹായുതിക്കൊപ്പം നിർണായകമായ രാഷ്ട്രീയ നീക്കം മഹാരാഷ്ട്രയിൽ സംഭവിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.